അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗം നല്ലതാണ്. എന്നാൽ ഇന്ന് പകൽ നാം തിരിച്ചറിയണം, അനുസരണം അതിനേക്കാളും നല്ലതാണ്. അനുസരണത്തെ സ്തോത്രയാഗത്തെക്കാളും നല്ലതെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തെ അനുസരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു? നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തപ്പോൾ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച മകനെ യാഗം കഴിക്കുവാൻ അബ്രഹാം മടിച്ചില്ല. ദൈവത്തോടുള്ള അനുസരണമായിരുന്നു അബ്രഹാമിന് വിലപ്പെട്ടത്. ദൈവം ആ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ സമ്മതിച്ചില്ല. അതൊരു ടെസ്റ്റായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവൻ അനുസരിച്ചപ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൂത് കൈമാറി. അവൻ അനുസരിച്ചപ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. പിതാവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ സമർപ്പിച്ച യേശുവിനെ കണ്ട് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനേക്കാളും നല്ലത് അനുസരണമാണ്. യേശു കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. യഹൂദന്മാർ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്നവരായിരുന്നു. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ ദൈവത്തിന് അവർ യാഗം കഴിച്ചു പോന്നു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കൈക്കൊണ്ടാൽ അത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ നിങ്ങൾ ശ്രദ്ധയോടെ കൈക്കൊണ്ടാൽ അത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവവചനം ശ്രദ്ധയോടെ കേട്ടാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ ദൈവസന്നിധിയിൽ വിലയുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ വലുതായിരിക്കും. ഇന്ന് പകൽ 2 കാര്യങ്ങൾ മുൻപിൽ വയ്ക്കുന്നു. 1, ദൈവത്തെ അനുസരിക്കുക, അത് മറ്റെല്ലാറ്റിനേക്കാളും നല്ലതാണ്. 2, ദൈവവചനം ശ്രദ്ധയോടെ കൈക്കൊള്ളുക, വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.